നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്ത് നല്ല കളർ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം അത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് ഫേസ് പാക്കാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ കൂടെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചതല്ല രണ്ട് സാധനങ്ങൾ മതി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളതാണ്. നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല. വീട്ടിലുള്ള അടുക്കളയിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇതിന്. വേറൊന്നും പ്രത്യേകിച്ച് വേണ്ട. നല്ല റിസൾട്ടാണ്. നമ്മുടെ മുഖത്തിന് തന്നെയല്ല കേട്ടോ, കഴുത്തിന് കൈക്ക് ഒക്കെ കളർ കിട്ടാനായിട്ട് നല്ലൊരു പാക്കാണ്. ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേരാത്തത് സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഞാൻ ഒരുപാട് പാക്കൊക്കെ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്നതെന്ന് തോന്നി. ഇത് തന്നെയല്ല, നമുക്ക് ദിവസം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഒരുപാട് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട. നമുക്ക് അത്യാവശ്യം 2-3 ദിവസത്തേക്കുള്ളത് മാത്രം നമ്മൾ ഉണ്ടാക്കി വെക്കുക, ഉപയോഗിക്കുക. വീണ്ടും നമ്മൾ അതുപോലെ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം അതെന്നതാണെന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറയാം. അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫേസ് പാക്ക് എന്നാന്നുള്ളത് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതെന്നാണ് എടുക്കുന്നതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഈ പാക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഈ വെള്ളം തെറിച്ച് ഉരുളൻകിഴങ്ങാണ് വേണ്ടത്. ഞാൻ ഇങ്ങനെ തൊലി കളയാതാണ് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് പുഴുങ്ങി എടുക്കാവേ. നല്ലപോലെ വേകണം. അതിപ്പോൾ ഇങ്ങനെയല്ല, കുക്കറിലിട്ട് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തൊലി കളയാതെ തന്നെ ഇങ്ങനെ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കട്ടെ. നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ വെന്തു. അപ്പം ഇതിന് വേണ്ട, ഈ പാക്കിന് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ ഇപ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ 3 ദിവസത്തേക്ക് കാണുള്ളൂ കേട്ടോ. ഇത് കയ്യേലും ഒക്കെ തേക്കാനും കൂടെ വേണ്ടിയാണ്. എന്നിട്ട് ഈ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് നമ്മൾ ഇതുപോലൊന്ന് തൊലി കളഞ്ഞെടുക്കാം. മുഴുവനും ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയെല്ലാം നല്ലപോലെ കളഞ്ഞെടുത്ത് കേട്ടോ. എടുത്തേച്ച് ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ മിക്സിയിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കേണ്ട സാധനമാണ്. അതുകൊണ്ടാണ് ഉടച്ചെടുക്കണമെന്ന് പറയുന്നത്. ഒന്ന് ഉടച്ചേച്ച് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചേച്ച് നമ്മൾ അരയ്ക്കാമെങ്കിൽ നമുക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടണം. ഇനി ഇത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അരയ്ക്കട്ടെ. ഇത് മുഴുവനും കൂടെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ച്, വെള്ളം ഒന്നും ചേർക്കണ്ട, ചുമ്മാ ഒന്ന് മിക്സി നല്ലപോലെ ഇതിനകത്തൊന്ന് അരച്ചുകൊണ്ടൊന്ന് വരട്ടെ. ഇതുപോലെ ഒന്ന് അരഞ്ഞ് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ശകലം പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കാവുള്ളൂ. പാൽ ആവശ്യത്തിന് ഒഴിക്കാവുള്ളൂ. ഒത്തിരി അങ്ങ് ലൂസാകല്ല അരച്ച്. പിന്നെ അരച്ച് വെച്ച് നോക്കട്ടെ. വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇച്ചിരി കൂടെ ചേർത്തെടുക്കാവേ. ഒരു ശകലം കൂടെ ചേർക്കണം, ഇച്ചിരിയും കൂടെ. നമുക്കത് അരയ്ക്കുമ്പോൾ അറിയാം. അത് അരയാതെ അങ്ങോട്ട് കടകടാന്നരിക്കുമ്പോഴത്തേക്ക് ഇച്ചിരിയും കൂടെ ചേർത്തങ്ങ് അരച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് കുറച്ചെടുത്താണേ. ഈ ഒരു ഇതിൽ അരച്ചെടുക്കാം. ഇത്രയും ലൂസേ ആക്കാവുള്ളൂ. ഇത് ഇച്ചിരി സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് മുഖത്ത് പറ്റുന്ന ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഒരു ഡപ്പിയിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് 2 ദിവസത്തേക്ക് എടുക്കാം. ഇതുണ്ട്. ഇതിപ്പോൾ നമുക്ക് മുഖത്ത് തേക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഒരു ഇച്ചിരി സ്റ്റിക്കി പോലെ നമുക്ക് തോന്നും, പക്ഷേ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്താൽ നിങ്ങളിത് ഈ ഒരു പാക്ക് മാത്രമേ പിന്നെ ഉപയോഗിക്കത്തുള്ളൂ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ എൻ്റെ മുഖമെല്ലാം നല്ലപോലെ ഒന്ന് കഴുകട്ടെ. പൊട്ടൊക്കെ തൂത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കി. രാവിലെ മുഖമൊക്കെ കുളി കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ പൊട്ടൊക്കെ തൊട്ടായിരുന്നു. അപ്പോൾ പൊട്ടൊക്കെ ഒന്ന് എല്ലാം ഒന്ന് തുടച്ച് മുഖം ഒന്നും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലൊന്ന് കഴുകി ഇനി നമുക്ക് പായ്ക്കിടാവേ. ഇത് കണ്ടോ, ഒരു സ്റ്റിക്കി പോലെ നമുക്ക് മെഴുകുന്ന പോലെ തോന്നും നമ്മുടെ മുഖത്ത് തട്ടുമ്പോഴത്തേക്ക്. അതുപോലെയാണ് ഇതിരിക്കുന്നത്. നമുക്ക് മുഖത്ത് പറ്റാൻ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ വേറെ ഒരു പായ്ക്കും പിന്നെ നമുക്ക് ഇടേണ്ടി വരത്തില്ല. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ മുഖത്ത് മാത്രമല്ല കേട്ടോ, കയ്യിലും ഒക്കെ നമുക്കിത് പുരട്ടിയാൽ നല്ല മാറ്റം വരും. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇതിനകത്ത് ചേരുന്നേ ഇല്ല. 2 സാധനങ്ങൾ നമ്മുടെ അടുക്കളയിലുള്ള പാലും ഉരുളൻകിഴങ്ങും മാത്രം. ഉരുളൻകിഴങ്ങ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പച്ചയോടുകൂടി ആയിരിക്കും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നാലേ നമുക്കിത് പുരട്ടാനായിട്ട് അരച്ചെടുക്കാൻ നല്ല രീതിക്ക് ഇതുപോലെ ഈ ഒരു സ്റ്റിക്കി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. വെന്താലേ കിട്ടത്തുള്ളൂ. പച്ചയ്ക്ക് അരച്ചെടുത്താൽ ഇത്രയും ഒരു സ്റ്റിക്കി ആയിട്ട് കിട്ടത്തില്ല. അപ്പം
മുഖത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. കൊടുത്തേച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മുഖം ഒന്നേ. ഇച്ചിരി ഇത് സ്റ്റിക്കി ആയതുകൊണ്ട് നമുക്കിത് പറ്റുമ്പോഴത്തേക്ക് ഒട്ടുന്ന പോലെ തോന്നും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യിക്കുക. ഒരു മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇടുമ്പം കഴുത്തേലും കൂടി ഇടണം കേട്ടോ. കഴുത്തേലും ഞാൻ പറയില്ല, കയ്യേലും കഴുത്തേലും ഒക്കെ ഇടാൻ നല്ലതാണ്. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. അല്ലാതെ ഇത് പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇനി ആരും ചോദിക്കൊന്നും വേണ്ട. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. മുഖത്ത് ഇപ്പോൾ ഈ സ്കൂളൊക്കെ അടച്ചല്ലോ, ഇപ്പോൾ ഇത്രയും നാൾ സ്കൂളിലൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് മുഖമൊക്കെ നല്ലപോലെ കരിവാളിച്ചൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ മുഖത്തൊക്കെ നല്ല ഇതാണ്. നമ്മൾ വെയിലൊക്കെ കൊണ്ട് പിള്ളേർ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എത്ര കുട ചൂടി പോകണമെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ കേൾക്കുകയില്ല. ഈ കുട ചൂടത്തുമില്ല, വെയിൽ ഫുള്ള് കൊണ്ടെടുക്കുക. അത് ആൺപിള്ളേരായാലും പെൺപിള്ളേരെല്ലാം അങ്ങനെയാണ് കേട്ടോ. പിന്നെ ചില കുഞ്ഞുങ്ങളേ ഉള്ളൂ കുറച്ചൊക്കെ സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒട്ടും വെയിൽ കളയത്തില്ലായിരുന്നു. മുഴുവൻ കൊള്ളും. കുട ഉണ്ടെങ്കിലും കുട മടക്കി പിടിച്ചേ പോകത്തുള്ളായിരുന്നു. കുട ചൂടി പോകുന്നത് മടിയായിരുന്നു, അതുകൊണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അറിയത്തില്ല ഇങ്ങനെ വെയിലിടിച്ചാൽ സ്കിന്നിനൊക്കെ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാകും എന്നൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ അറിയാം. വെയിൽ കൊണ്ടാൽ സ്കിന്നിന് പ്രശ്നം വരുമെന്നും കരിവാളിപ്പ് വരുമെന്നൊക്കെ പിള്ളേർക്കൊക്കെ അറിയാം. പക്ഷെ പണ്ടൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളൊരു നോട്ടമൊന്നുമില്ല. ഇച്ചിരി പൗഡർ മുഖത്തിടുക, കണ്ണുപോലും എഴുതത്തില്ലായിരുന്നു അന്നൊക്കെ. ഒരു കുഞ്ഞൊരു പൊട്ടും തൊട്ടുകൊണ്ട് മുടി കെട്ടിക്കൊണ്ട് പോകുക, അങ്ങനെയുള്ള വലിയ ഒരുക്കവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴുള്ള പെൺപിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മുഖത്തൊരു മോക്കുരു വന്നാൽ അവർക്കത് വിഷയമാണ്, എല്ലാം വേണം. അതുപോലെ ആൺപിള്ളേർക്കും മുഖത്തിടാൻ നല്ലതാണ് കേട്ടോ. കാര്യം മുഖത്ത് കരിവാളിപ്പൊക്കെ ഉള്ളത് ആൺപിള്ളേർക്ക്, അതുപോലെ മോക്കുരു വന്ന പാട് പോകാൻ എല്ലാത്തിനും നല്ലതാണിത്. എല്ലാത്തിനും കൂടെ ആയിട്ട് ഈ ഒരു 2 സാധനം മാത്രം മതി എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ്. മുഖത്തെ സകല പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്കതുപോലെ റിസൾട്ട് കിട്ടിയൊരു സാധനമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പായ്ക്ക് മുഖത്തിടുന്നത്. നല്ലപോലെ റിസൾട്ട് കിട്ടിയൊരിതാണ്. മുഖത്ത് വരുന്ന കറുപ്പാണ് മാറുന്നത് പെട്ടെന്ന്. ഞാൻ ഒന്ന് നല്ലപോലെ ഒന്ന് ശരിക്കും ഒന്ന് മസാജ് ചെയ്തിട്ട് വരാവേ. മുഖത്ത് നല്ലപോലെ മസാജ് ചെയ്തേ. നിങ്ങളിത് മുഖത്ത് മസാജ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ താഴോട്ട് തൂക്കി ചെല്ലും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ച് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കാവുള്ളേ. എന്നുവെച്ചാൽ ഒന്നാമത് ഇച്ചിരി സ്റ്റിക്കിയാണിത്. ആ കൂടെ നമ്മൾ താഴോട്ടും കൂടെ വെക്കുമ്പോഴത്തേക്ക് മുഖം ഒന്നും കൂടെ തൂങ്ങാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പം ഞാൻ മുഖത്ത് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പായ്ക്ക് ഒരു ഇച്ചിരി കട്ടിയിലിട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഴിയുമ്പോൾ ഒരു ചെറിയൊരു മണം വരത്തില്ല, ആ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഒരു കെട്ടുമണോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇത് എടുക്കുമ്പോൾ പുഴുങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിലൊക്കെ ഇട്ടാൽ പുഴുങ്ങുന്നെങ്കിൽ അതിനകത്ത് എരിവുള്ള കറിയൊക്കെ വെച്ചതാണെങ്കിൽ സൂക്ഷിക്കുക. നല്ലപോലെ കഴുകിയതിന് ശേഷമേ എടുക്കാവുള്ളൂ. പിന്നെ മിക്സിയുടെ ജാറാണേലും അരയ്ക്കാൻ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ മുളകൊക്കെ അരച്ചാണെങ്കിൽ ഒരു ഇച്ചിരി ഇലയോ എണ്ണയിലും ഒരു ഇച്ചിരി വാഴയിലയാണെങ്കിലും ഇട്ട് അതിനകത്തിട്ട് അരച്ച് നല്ലപോലെ ഒന്ന് കഴുകി അതിനടുത്തിട്ട് അരച്ചാൽ മതി. ഇപ്പം മുളകൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. എന്നിട്ട് വേണം അതിനകത്തോട്ട് ഈ ഉരുളക്കിഴങ്ങിട്ട് അരച്ചെടുക്കാനായിട്ടേ. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് നല്ല തിക്കായിട്ടിട്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണങ്ങുന്നതാണ് നമ്മുടെ കണക്ക്. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് ഉണങ്ങി പോകരുത്. ഒരു ചെറിയൊരു വലിച്ചിൽ പോലെ വരുമ്പോഴത്തേക്ക് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ. നമ്മൾ മുഖത്ത് ഇടുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ടൈം പറയാത്തേ. നമ്മൾ ഒത്തിരി തിക്കായിട്ട് ഇടുന്നതനുസരിച്ച് ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് നല്ലപോലെ തിക്കായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്കൊരു സമയം പറയാൻ പറ്റത്തില്ല. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ മറ്റൊരാൾ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഇതൊന്ന് ഉണങ്ങുന്നതാണ്. ചെറുതായിട്ടൊരു വലിച്ചിൽ പോലെ വരുമ്പോഴത്തേക്ക് നമുക്കത് എങ്ങനെ തുടച്ച് കളയണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. നേരത്തൊക്കെ വീണം. അപ്പോൾ എൻ്റെ മുഖത്ത് ഒരു ഇച്ചിരി ടൈറ്റായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് ഇച്ചിരി വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തൊടുക. തൊട്ടിച്ച് നമുക്കിങ്ങനെ ടൈറ്റായിടത്തൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാം. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇച്ചിരി ഒരു ഇങ്ങനെ എന്നാ നമ്മൾ ഈ ഉഴുന്നൊക്കെ എടുക്കുകയല്ലേ അതുപോലെ ഇരിക്കും കേട്ടോ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക്. പക്ഷേ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കൈ മൊത്തം നമുക്ക് കൈ നല്ലപോലെ വെള്ളം എടുക്കണം, എന്നിട്ട് കൈ നല്ലപോലെ കഴുകിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ ഇതൊന്ന് മുഖം തുടച്ച് കാണിക്കാം. ഒരു ഇച്ചിരി തുണിയുണ്ട്, മുഖം കഴുകിയാൽ മതി. ഞാൻ ഇപ്പം നിങ്ങളെ തുടച്ച് കാണിക്കുന്നതേ ഉള്ളൂ.
ഇതുണ്ടോ മുഖത്ത് ആ കളർ വ്യത്യാസം തന്നെ ഉണ്ടോ മുഖത്ത്. തുണി കൊണ്ട് തുടയ്ക്കാൻ നിന്നാൽ വഴുവഴുവഴന്നിരിക്കും. കണ്ടോ, നല്ല നല്ല കളറാണ് നമ്മുടെ മുഖത്തിനിട്ട്. നല്ല കളറും അതെ, മുഖത്തിന് ഭയങ്കര ഒരു ഗ്ലോ ആട്ടോ. നമുക്ക് ഇതിനെ വീഡിയോ കാണുന്നതിനേക്കാൾ നമുക്ക് നല്ലതായിട്ട് തോന്നും നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക്. ഞാൻ മുഖം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. മുഖത്ത് നല്ല വ്യത്യാസമാണ് അറിയാൻ പറ്റുന്നത്. നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോയും നല്ലൊരു തെളിച്ചമൊക്കെ കിട്ടും കേട്ടോ. ഞാൻ ഇത് ദിവസവും ഞാൻ പറ്റാറുണ്ട് കേട്ടോ. ദിവസം ഇത് പറ്റുമെങ്കിൽ നമ്മുടെ മുഖത്തെ കറുത്ത പാടും എല്ലാം പോകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞൊന്നും ഇനി അത് ആക്കുന്നില്ല. നിങ്ങളത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എത്രമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന്. നമ്മുടെ കവളൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയായിട്ട്, നമുക്ക് ഈ വീഡിയോ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ നമുക്ക് നേരിട്ട് മുഖം കാണുമ്പോഴത്തേക്ക്. അതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് തോന്നും. മുഖത്തെ ഇതിപ്പോൾ മുഖം മൊത്തം തുടച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് മുഖം കഴുകിയേച്ച് ഇപ്പോൾ വന്നിരുന്നതേ ഉള്ളൂ. ഞാൻ മുഖം ഒന്ന് കഴുകിയേച്ച് നിങ്ങളെ കാണിച്ചേച്ച് മുഖമൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് കഴുകി കളയാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. കുഴപ്പമില്ല, നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തേച്ച് ഇങ്ങനെ കഴുകി അങ്ങ് എടുത്താൽ മതി. നല്ല ഇതായിട്ട് പൊക്കോളും. നല്ല അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പം ആ കഷ്ടപ്പാടൊക്കെ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഒത്തിരി ഒന്നുമില്ല കേട്ടോ, ചെറിയ വീട്ടുവിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാവേ. അപ്പോൾ ഞാൻ പൊട്ടൊക്കെ തൊട്ട് എല്ലാം അത് സെറ്റായി കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടുവിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ അടയുണ്ട്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു കഴിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കിയാണ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ വേർത്ത് കഴിഞ്ഞ് പിന്നെയും മുഖമൊക്കെ ഒത്തിരി ഇതായിട്ടൊക്കെ കഴുകണം. അതുകൊണ്ട് ഞാൻ കുളി കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ചെയ്യാമെങ്കിലുണ്ടല്ലോ നമുക്ക് മുഖത്ത് നല്ല ഇതായിട്ട് നല്ല റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ചിന്താഗതിയാണ്, അങ്ങനെ ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും. ഇപ്പോൾ അതുകൊണ്ട് എൻ്റെ മുഖത്തും കഴുത്തിന് രണ്ട് കളറായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോഴുള്ള കഴുത്തെ ചെയ്യാതെ നമ്മൾ മുഖത്ത് മാത്രം ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണത്. കഴുത്തിന് മുഖത്തിന് രണ്ട് കളറായിട്ട് വരുന്നത്. പിന്നെ ഇച്ചിരി പച്ചക്കറിയുടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി ഒന്നുമില്ല കേട്ടോ, കുറച്ച് വിശേഷങ്ങളും കൂടെ ഇതിൽ എന്ന് വെച്ചാൽ ആർക്കും ടിപ്സിൻ്റെ കൂടെ വേറെ വിശേഷങ്ങളൊന്നും കാണാൻ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ചെയ്യണ്ടേ, അതുകൊണ്ടാണ് അങ്ങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ ഒന്ന് കുറച്ച് തൈകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് വെക്കുന്നുണ്ട്, നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇലയുടെയാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. എന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുണ്ട് ഇലയുടെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. വട്ടയില കൊണ്ടൊക്കെ ഇലയുടെ ഉണ്ടാക്കും കേട്ടോ. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വട്ടയിലക്കകത്ത് പരത്തി തേങ്ങയും ശർക്കരയും വെച്ചുണ്ടാക്കും. നല്ല ടേസ്റ്റ്. പുഴുങ്ങിയെടുക്കണം. ദോശക്കല്ലെ വെച്ച് ചുട്ടെടുക്കല്. എനിക്ക് ദോശക്കല്ലെ വെച്ച് ചുട്ടെടുക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇഡ്ഡലിപ്പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നതാണ് ഇഷ്ടം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു രുചി എന്ന് പറഞ്ഞാൽ പ്രത്യേകതയാണ്. ഈ കല്ല് ചുട്ടെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അതാണ്. അപ്പം അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇന്നലെ ഉണ്ടാക്കി വെച്ചാണേ, ഞാൻ ഇഡ്ഡലിപ്പാത്രത്തിൽ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പം ചൂടൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ ഇലയുടെ ഒരു രുചിയും ഒക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഈ ഇലയിടയ്ക്ക് ആ ഒരു ഇലയുടെ ഒരു എന്നാ ചൊവ എന്ന് പറയത്തില്ലേ, ആ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണ്. അടിപൊളിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഉണ്ടാക്കിയാലും നല്ലതാണ്, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാലും നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാവേ. ആവലിൻ്റെ തൈയെല്ലാം ഞാനൊന്ന് സെറ്റാക്കി വെച്ചേക്കുവാണേ, നടാൻ വേണ്ടിയാണ്. ഇന്നലെ ഞാൻ പറിച്ച് നട്ടതാണ്. ഇനി ഇതിനകത്തൊന്ന് വേര് പിടിച്ചിട്ട് വേണം മാറ്റി നടാനായിട്ട്. ഇത് കണ്ടോ, ഇതിന് ചേർക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഫിഷ് അമിനോ എന്ന് പറയും. നമ്മൾ മത്തിയില്ലേ, അതും ശർക്കരയും കൂടെ ചേർത്ത് നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ചെയ്തെടുത്താൽ. ഇതിപ്പോൾ ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞതാണ്. 40 ദിവസത്തിനൊക്കെ മേളിലായിട്ടുണ്ടത്. ഇതിനകത്ത് ഗ്യാസ് തിങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ തുറന്ന് കൊടുത്താൽ മതി. ഇപ്പം നിറച്ചുണ്ടെങ്കിൽ അതങ്ങ് ഇതായിപ്പോവും കേട്ടോ. ഇതിന് നമ്മൾ ഈ പൈനാപ്പിളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ്. അത് പണ്ടൊക്കെ ഈ കശുമാവിൻ്റെ പഴം നമ്മൾ പിടിഞ്ഞ് നീരെടുത്ത് വെക്കത്തില്ലേ, അതിൻ്റെ കൂട്ടൊക്കെ ഒരു സ്മെല്ല്. അല്ലാതെ ഒരു പന്ന സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓർക്കും മീനിൻ്റെ ഒക്കെ വേസ്റ്റ് അല്ലേ, ഇത്രയും ദിവസം ആകുമ്പോഴത്തേക്ക് അങ്ങ് അഴുക്കായി നാറ്റമായിരിക്കും. ഒരു നാറ്റവും ഇല്ല. നല്ല ഒരു പൈനാപ്പിളിലൊക്കെ ഒരു സ്മെല്ല് പോലത്തെ ഒരു സ്മെല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ പന്ന മണമോ ഒന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് ഇത്രയും തന്നെ നമ്മൾ ഇത്രയല്ല, ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം. നല്ലപോലെ വെള്ളം ചേർത്ത് വേണം
ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഇത് ഇടണമെന്ന് ഓർത്തിരിക്കുന്നത്. ഈ മഴ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാൻ മടിക്കുന്നത്. മഴ സമയത്ത് നമ്മൾ വളമിട്ട വലിയ പ്രയോജനം കിട്ടത്തില്ല. അപ്പം ഇത് കുറച്ചേ ഉള്ളായിരുന്നു. നമ്മളിപ്പോൾ 1 കിലോ മത്തിയോ അല്ലെങ്കിൽ 2 കിലോ മത്തിയൊക്കെ മേടിക്കുമ്പോൾ ഇച്ചിരിയല്ല. ഇത് തല മാത്രമുള്ളതാണ് കേട്ടോ. മീനിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മീൻ മുഴുവനായിട്ടല്ല, മീനിൻ്റെ ബാക്കി വേസ്റ്റ് എല്ലാം നമ്മൾ മീൻ വെട്ടി കഴിയുമ്പോൾ വരുന്ന വേസ്റ്റ് ഇല്ല, അതെല്ലാം കൂടി ഉണ്ടാക്കിയെടുത്താണ്. നല്ല അടിപൊളി വളമാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, തക്കാളി നമ്മളെപ്പോഴും ഉണ്ടല്ലോ കമ്പ് കുത്തി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇത് കണ്ടോ, ഇതുപോലൊരു വള്ളി കെട്ടി ഇങ്ങനെ കൊടുക്കാമെങ്കിൽ. ഇതിപ്പം മേളിൽ എനിക്കിവിടെ വല ഉള്ളതുകൊണ്ട് അങ്ങോട്ടേം കെട്ടിയേക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു കയറ് എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കാമെങ്കിൽ അങ്ങനെ ഉള്ളിടത്ത് തക്കാളി നടണം. എന്നിട്ട് തക്കാളി ഇങ്ങനെ ഇടാമെങ്കിൽ നല്ല ഇതായിട്ട് നിൽക്കും കേട്ടോ. നമുക്ക് ആ ഒരു ഒടിഞ്ഞ് ഈ കമ്പ് കുത്തി കൊടുത്താലും നമ്മളത് കെട്ടിയൊക്കെ വെക്കണ്ട. ഇതാകുമ്പോൾ ഒരു കാറ്റ് വന്നാലും ഒക്കെ അവിടെ തന്നെ നിന്നോളും, ഒന്നും പറ്റത്തില്ല. ഇത് നമ്മുടെ നാടൻ തക്കാളിക്കാണ്. എന്നിട്ട് ഇവിടെ ആയി വരുന്നുണ്ട് കണ്ടോ, ഇതെല്ലാം ഇവിടെയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വള്ളി ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുത്തേക്കുവാണ്. എൻ്റെ കൃഷി രീതിയാണ് കേട്ടോ ഞാനീ പറയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഓരോന്നും ചെയ്ത് പരീക്ഷിച്ച് വിജയിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോടും കൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കണ്ട കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ. വീഡിയോ ഇഷ്ടമായാലും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.